MP ഗോവിന്ദനെതിരെ പ്രവർത്തന റിപ്പോർട്ടിന്മേൽ അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രിക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഭരണത്തിനെതിരെയോ വിമർശനമുണ്ടായാലും മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു വിമർശനത്തിന്റെ ഒരു സ്വരം പോലും ഉണ്ടായില്ല എന്നാണ്. കാരണം ഈ കാലം അത്രയും വലിയ വിവാദങ്ങളുടെ ഒരു നായകനായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ പ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അഥവാ സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായ ഒരു പിന്തുണ നൽകി മൂന്നാമത് മുഖ്യമന്ത്രിയെ തന്നെ മുന്നിൽ നിർത്തി അടുത്ത 2026 നേരിടാനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണെന്ന് മനസ്സിലാകുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തിപരമായി പോലും വിമർശിക്കുന്ന പരാമർശങ്ങളൊക്കെ ഉണ്ടായി. ഇതിന് അദ്ദേഹം ഏത് രീതിയിലുള്ള മറുപടി വിമർശനങ്ങൾക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണോ അദ്ദേഹം പറയുന്നത്? ഏതായാലും MP ഗോവിന്ദനെതിരെയായിരുന്നു രൂക്ഷമായ വിമർശനം ഉണ്ടായത്. MP ഗോവിന്ദനെതിരെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ്. പക്ഷേ അതിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും അധികം വിമർശനങ്ങൾ താഴെത്തട്ടിലുണ്ടായത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെയൊക്കെ തന്നെയായിരുന്നു. വികസന നയങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും പ്രധാനമായും ഈ പറയുന്ന പോലെ അടിസ്ഥാന വിഭാഗങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കുന്നുവെന്ന വിമർശനമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം പോരെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറെ കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾ പറയുന്നത് പാർട്ടി പ്രവർത്തകർ പറയുന്നെങ്കിലും കേൾക്കണം, അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങളുണ്ടായി. പക്ഷേ അതേസമയം തന്നെ ഒരുപക്ഷെ നേരത്തെ അൻഫിൽറ്റ് അടക്കം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ അഭാവം ഈ സംസ്ഥാന സമ്മേളനത്തിലടക്കം നിലനിൽക്കുന്നതാണ്. അതായത് പ്രതിനിധികളടക്കം ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം സർക്കാരും പാർട്ടിയും തമ്മിൽ ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കല്ല കാര്യങ്ങളും. വിമർശനങ്ങൾ വരുന്നു. വിമർശനങ്ങൾ വരുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ കണ്ണൂരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കണ്ണൂരിലെ ഇതിലേക്ക് പാർട്ടിയുടെ മുഴുവൻ സംവിധാനങ്ങളും മാറുന്നുവെന്ന വിമർശനമാണ് പ്രധാനമായും ചില പ്രതിനിധികളെങ്കിലും വന്നത്. മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ച നയരേഖയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നാണ് ഏറ്റവും അധികം വിമർശനം. KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള ആളുകളാണ് വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. തൊഴിലാളി താഴെ തട്ടിലുള്ള തൊഴിലാളികളെല്ലാം മറന്നുകൊണ്ട് വലിയ വികസനങ്ങൾക്ക് പിന്നാലെ പാർട്ടി പോകുന്നുവെന്ന വിമർശനമാണ് കോഴിക്കോട് നിന്ന് അടക്കമുള്ള പ്രതിനിധികൾ പങ്കുവച്ചത്. ഇത്തരം വിമർശനങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ ADM-മായി ബന്ധപ്പെട്ട അതിൽ തന്നെ ഇത്തരമൊരു കാര്യത്തിൽ MP ഗോവിന്ദൻ PP ദീപിയെ സംസ്ഥാന സമ്മേളനത്തിൽ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പത്തനംതിട്ട കോട്ടയം ജില്ലാ കമ്മിറ്റികൾ എടുത്ത നിലപാടിന് അംഗീകാരമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രയും വളരെ ശക്തമായ വിമർശനം തന്നെയാണ് ഈ രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ ഭാഗത്ത് നിന്ന് ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ട PP ദീപിയക്കെതിരെ ഉയർന്നു വന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കം. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ 10:30 സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ പുതിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടറി ആ പാനൽ സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപാകെ വെച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടിയാണ് അത് സമ്മേളനത്തിന് മുൻപിലേക്ക് വരിക. അതിനുശേഷമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുക്കുന്ന ഇതിലേക്ക് വരിക. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയായി ഇത്രയധികം വിമർശനങ്ങൾ നേരിട്ടുവെങ്കിലും MP ഗോവിന്ദൻ തന്നെ അത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പുതിയ പേരുകളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല എന്നത് മാത്രമല്ല, പുതിയ പേരുകൾ CPM ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നുമില്ല. കാരണം സമ്മേളനം തെരഞ്ഞെടുക്കുന്ന സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലേക്കാണ് MP ഗോവിന്ദൻ ഇതോടുകൂടി മാറുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പറയുമ്പോഴും ചില ആളുകൾക്ക് ചില അസ്വാരസ്യങ്ങളുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്നുണ്ട്. കാരണം താഴെത്തട്ടിലുള്ള വിഭാഗീയത എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതിനെ മറികടക്കുന്നത്. മറുവശത്ത് ഇപ്പോഴും പിണറായി വിജയന് മുൻനിർത്തി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും പോകാൻ തന്നെയാണ് CPM ധാരണയിലേക്ക് എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിലേക്ക് പിണറായി വിജയൻ എത്തുമോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ നയിക്കുക പിണറായി വിജയനാണെന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനം അടിവരയിട്ട് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രശാന്ത്, അത് അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോ അവസാന ദിവസമായതുകൊണ്ട് തന്നെയും സംസ്ഥാന ഈ പ്രായപരിധിയൊക്കെ കണക്കിലെടുത്തും അതോടൊപ്പം തന്നെ ഈ അച്ചടക്ക നടപടി നേരിട്ടവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ അവരെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കുമോ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് നിലവിലിപ്പോൾ അറിയുന്നത് കഴിഞ്ഞ കൊല്ലം സമ്മേളനത്തിൽ കണ്ണൂർ സമ്മേളനത്തിൽ 2022 എറണാകുളം സമ്മേളനത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും അന്ന് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതേ രീതിയിൽ നിലവിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് അറിയാനായി ഇന്ന് രാവിലെ തന്നെയും പോളിറ്റ് ബ്യൂറോ ചേരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു എറണാകുളം സമ്മേളനത്തിന്റെ അതേ മാതൃകയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും ഒരേ ദിവസം തന്നെ പ്രഖ്യാപിക്കണമോ എന്നൊരു തീരുമാനത്തിലും എത്തിച്ചേരും. നിലവിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പൊ നിലവിൽ സംസ്ഥാന സമിതിയിൽ 87 പേരാണുള്ളത്. ഈ 87 അംഗങ്ങളിൽ പ്രായപരിധിയും ഒപ്പം തന്നെയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഏതൊക്കെ പ്രമുഖർ ഒഴിയുമെന്നാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. അതിൽ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ EP ജയരാജനും TP രാമകൃഷ്ണനും ഒക്കെ ഇളവ് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് പ്രായപരിധി ആകുന്നില്ല, 75 വയസ്സ് പൂർത്തിയാകുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇളവുണ്ടാകും. എന്നാൽ AK ബാലൻ, PK ശ്രീമതി എന്ന പ്രമുഖർ ഒഴിവാകുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെയും ആലാവൂർ നാഗപ്പനൊക്കെ ചിലപ്പോൾ ഒഴിവാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒപ്പം തന്നെയും യുവനിരയിൽ നിന്ന് ഡിവൈഎഫ്ഐയിൽ നിന്ന് വസീഫും ഒക്കെ TK രജീഷും ഒക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ട്. അങ്ങനെ യുവനിരയിൽ
നിന്ന് ഇവ നേതാക്കൾ സ്ത്രീകളുടെ പ്രാതിനിധ്യവുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 15 പേരെങ്കിലും പുതുതായി സംസ്ഥാന സമിതിയിൽ വരുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ നിലവിൽ 87 പേരാണ് സംസ്ഥാന സമിതിയിലുള്ളത്. ഒരു 15ഓളം പേർ പുതുതായി വരികയാണെങ്കിൽ വലിയ രീതിയിലൊരു കൊഴിഞ്ഞുപോക്കും അതനുസരിച്ചുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ആരൊക്കെയാകും, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ളവരിൽ ആരൊക്കെയും തെരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെയും സംസ്ഥാന സമിതിയിലേക്ക് വരിക, അത്തരം ചില ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും ഇന്ന് ഉത്തരം അറിയാനാകും. 87 പേരിൽ 87 പേരെന്ന അംഗസംഖ്യ നിലനിർത്തി തന്നെയായിരിക്കും പുതിയ സംസ്ഥാന സമിതി. ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ നിലവിൽ 15 പേരാണ്. ആ രീതിയിലുള്ള ഒരു 15 പേരുടെ അംഗസംഖ്യ നിലനിർത്തി തന്നെയായിരിക്കും സംസ്ഥാന സെക്രട്ടറി. ഇത്തരം പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയും ഇന്നുണ്ടാകും. ഇത് പ്രശാന്ത് സൂചിപ്പിച്ച പോലെ എം വി ഗോവിന്ദൻ തന്നെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങി. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 2022 ഓഗസ്റ്റിലാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാന സമ്മേളനത്തിലൂടെ ഇനി തെരഞ്ഞെടുക്കുക എന്നത് ആ രീതിയിൽ തന്നെ എം വി ഗോവിന്ദൻ സെക്രട്ടറിയാകും. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ പ്രശാന്ത് പറഞ്ഞതുപോലെ വലിയ രീതിയിൽ തന്നെയുള്ള വിമർശനങ്ങളോ ഒന്നും തന്നെയില്ല. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആ രീതിയിൽ അങ്ങനെ ഒരു കെമിസ്ട്രി വർക്കൌട്ട് ചെയ്തതിന് മുന്നോട്ട് പോവുകയാണ്. പ്രശാന്ത് ഇങ്ങനെ പോകുമ്പോൾ നിലവിലെ 2026 സജ്ജമാക്കാൻ വേണ്ടിയാണ് അവരുടെ പോളിസികൾ പോലും വലിയ രീതിയിൽ എല്ലാ മാറ്റങ്ങളും വരുത്തും. കാരണം ഇനി CPIന്റെ പഴയ രീതിയിലുള്ള പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടുകളോ കൊണ്ടൊന്നും മുറുകെ പിടിച്ചിട്ട് ഇനി കാര്യമില്ല. ഇനി എങ്ങനെയും തുടർഭരണം, മൂന്നാം ഭരണം നിലനിർത്തുക, കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മാറ്റവും ഉൾക്കൊള്ളുക. മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇതിന് എക്സ്റ്റൻഷൻ കൊടുത്ത് പ്രായപരിധി അദ്ദേഹത്തിന് ഈ മെയ്യിൽ 80 വയസ്സ് പൂർത്തിയാകുന്നു. പക്ഷേ പിണറായി വിജയൻ എക്സ്റ്റൻഷൻ കൊടുക്കുമെന്ന് തന്നെയാണ് ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ തുടർഭരണത്തിന്റെ ഒരു ആത്മവിശ്വാസം എത്രത്തോളമാണ് എന്ന് വിലയിരുത്താനാകുമോ ഈ കൊല്ലം സമ്മേളനം കഴിയുമ്പോൾ? അൻഫിൽറ്റ്, തീർച്ചയായും. അതായത് CPM-നെ സംബന്ധിച്ച സംസ്ഥാന തലത്തിൽ, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ പോലും ഉയർത്തിക്കാണിക്കാൻ പറ്റുന്ന ഏക നേതാവ് പിണറായി വിജയൻ എന്ന തരത്തിലേക്ക് സംഘടനാ സംവിധാനത്തെയും സർക്കാരിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഇരുന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മികവ് തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ VS ആയിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ ആ സമയത്തെല്ലാം സർക്കാരിനെ വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ പിണറായി കഴിഞ്ഞിരുന്നു. സംഘടനാ സംവിധാനത്തെ ഇത്രയെ കണ്ട് ചലിപ്പിച്ച ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം CPM-നെ സംബന്ധിച്ച ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ വലിയൊരു ചോദ്യം, അതായത് ഒരു ചോദ്യം ഇനിയില്ല. അതായത് ആര് ഇനി CPM-നെ മുന്നോട്ട് നയിക്കും? അത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം ഉള്ള കാലത്തോളം തന്നെയാണ്. മുഖ്യമന്ത്രിയാകുമോ എന്നുള്ള സംബന്ധിച്ച് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്ന ആരും വ്യക്തത പറയുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കുന്നത് പിണറായിരിക്കും. കൃത്യമായി രാഷ്ട്രീയ നിലപാടുകൾ, നയം എല്ലാം തന്നെ മുന്നോട്ട് വെക്കുകയും അത് നടത്തുകയും ചെയ്യുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ വികസന നയരേഖ പോലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുന്നത്. അതിൽ തന്നെ പറയുന്നത്, നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോഴടക്കം അവർ പറയുന്നത്, കാലം മാറി, ഇനി പഴയ രീതിയിലുള്ള നയങ്ങളോ നിലപാടുകളോ പോയാൽ ജനങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് പാർട്ടി മാറുന്നു. ഒപ്പം തന്നെ വികസന കാഴ്ചപ്പാട് മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകുക എന്നുള്ള വലിയ ആത്മവിശ്വാസം ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ടായിരുന്ന ഒരു പിണറായി വിജയനെ ഒരു മുഖ്യമന്ത്രിയല്ല സംസ്ഥാന സമ്മേളനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെയും അദ്ദേഹത്തെ കാണുമ്പോഴും അദ്ദേഹം വളരെ പ്രസന്നനായി തന്നെ വളരെ വലിയ ആത്മവിശ്വാസത്തിലേക്ക്, അതായത് സമ്മേളനം ആകെ തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് പാർട്ടി സംവിധാനം, ഒപ്പം തന്നെ സർക്കാർ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹത്തെ പൂർണ്ണമായും പ്രവർത്തകരും അംഗീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായത് പിണറായി വിജയൻ കഴിഞ്ഞൊരു നേതാവിനെ നിർത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ തന്നെയാണ്. ഏതായാലും ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ഏതായാലും വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എൻ സുകന്യ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. എൻ സുകന്യ അടക്കമുള്ളവർ ഒരുപക്ഷെ സംസ്ഥാന സമിതിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ VK സനോജ് ഉണ്ട്, ഒപ്പം തന്നെ V വസീഫ് ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ 15ഓളം, നേരത്തെ അൻഫിൽറ്റ് പറഞ്ഞ പോലെ തന്നെ 15ഓളം പുതുമുഖങ്ങൾ ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കും. അത് പ്രായപരിധി കർശനമാക്കുന്നത് കൊണ്ട് തന്നെയാണ്. എങ്കിൽ പോലും പ്രധാനപ്പെട്ട ആളുകളെല്ലാം, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആരെത്തും എന്നുള്ളതാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ സമവാക്യങ്ങൾ മാറുമോ എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് ഓരോ ജില്ലയിൽ നിന്ന് പുതിയ ആളുകളെ, പുതുമുഖങ്ങളെ എടുക്കുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങൾ, ഈ നിലവിൽ വിഭാഗീയതയില്ല, ഗ്രൂപ്പില്ല എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായി ഈ സമവാക്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആളെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പ്രതിനിധികളെ എടുക്കുമ്പോൾ തീരുമാനിക്കുക.
തീർച്ചയായും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇനി പുതിയ ജില്ലാ കമ്മിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത് 4 ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടറിമാരെ പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് വരുന്നു എന്നാണ്. എന്തായാലും അതിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമൊക്കെ കാത്തിരുന്നാൽ മതി. സംസ്ഥാന സമിതിയിൽ 87 അംഗ സംസ്ഥാന സമിതിയിൽ അംഗസംഖ്യ നിലനിർത്തി പുതുതായി 15 പേർ വരുമെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആരൊക്കെ ഒഴിവാക്കപ്പെടുന്നതൊക്കെ ഇനി അറിയാനാകും. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുടരുന്നു. വലിയൊരു ആത്മവിശ്വാസത്തോടും കരുത്തോടും കൂടി തന്നെയാണ് കൊല്ലം ജില്ലാ സംസ്ഥാന സമ്മേളനത്തിന് പരിസമാപ്തിയാകുന്നത്. എന്തായാലും വൈകിട്ട് റെഡ് വോളണ്ടിയർ മാർച്ചോടുകൂടി ഇതിന് സമാപനം കുറിച്ച് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും. സംസ്ഥാന സമ്മേളനം അങ്ങനെ 2026 സജ്ജമാക്കുന്നു, പാർട്ടിയെ സജ്ജമാക്കുന്നു. 2026 വീണ്ടും തുടർഭരണം ഉണ്ടാകുമെന്ന എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി അങ്ങനെ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും.